ഞങ്ങൾ പാർക്കിൽ വന്നേക്കാണ്. മക്കൾക്ക് വെക്കേഷനായിട്ട് ഒരു സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പാർക്കിൽ വന്നേക്കാം. ഒരു കുട്ടി അങ്ങോട്ട് കയറുന്ന കാരണം എൻ്റെ മോന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റണില്ല. അപ്പം അത് കാരണം ആശാൻ വേഗം നേരെ നിന്നു വെയിറ്റ് ചെയ്യാണ് ഇനി ആ കുട്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട്. പോരെ പോരെ പോരെ. ആൾക്ക് ഇത്തിരി പേടിയുള്ള ടൈപ്പ് സാധനമാണ് ഈ ഒഴുകുന്നത് കണ്ട. അപ്പോൾ വീണ്ടും ആ കുട്ടി അങ്ങോട്ട് കയറി. ബുദ്ധിമാനായവൻ്റെ അടിയിൽ കൂടെ ഇറങ്ങിപ്പോയി. എൻ്റെ മക്കൾ രണ്ടെണ്ണവും പിന്നെ വീണ്ടും അവിടെ തന്നെ വെറുതെ നിൽക്കുക. വാ ഇങ്ങോട്ട് വാ. അങ്ങനെ എൻ്റെ മൂത്ത മകൻ ഇറങ്ങിയിരിക്കുകയാണ്. ഒരട്ട് ഏക തട്ടിയിട്ട് അവൻ്റെ നിന്ന് കിട്ടാഞ്ഞത് ഭാഗ്യം. ഓക്കെ, ഇപ്പോഴും എൻ്റെ മോനൊരു മാറ്റവും ഇല്ല. എല്ലാവരും പോന്നു, എൻ്റെ മോൻ മാത്രം പോന്നിട്ടില്ല. അല്ലോ ഇറങ്ങ്. പേടിയാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരണ്ട, ഇറങ്ങി പോരെ. അങ്ങനെ ചേട്ടൻ കുറേ നേരമായി പറയണു ഇറങ്ങെന്ന് പറയുന്നുണ്ട്. പക്ഷെ അനിയന് ഭയങ്കര പേടിയായിട്ട് നിൽക്കണേ. നീ ഇറങ്ങടാ, ഈ അവിടെ നിന്നോ, ഞാൻ പോവാട്ടാ. വീണ്ടും കുത്തി കയറി തുടങ്ങി. എന്തൊരു കഷ്ടാണ്. അങ്ങനെ ലാസ്റ്റ് അവസാനം ഒഴുകി. എന്തോ ചെയ്തു വന്ന പോലെയാണ് ആശാന്റെ. ദേഷ്യത്തിലാണ് കുറച്ച്. നേരിയല്ലോ ഊഞ്ഞാലടിയാൽ മതി, അതാ നല്ലത്. എൻ്റെ മോൻ്റെ കൈയൊന്ന് ഒഴുകിയാലൊന്ന് പൊട്ടി ഗൈസ്. ആശാൻ ഭയങ്കര വിഷമത്തിലാണ് നടക്കണത്. വിഷമത്തിൽ. അല്ലൂസേ വേറെയിലേക്ക് പോക്കോ, അതിലിന് ഒഴുകണ്ട. കുറച്ച് വിഷമത്തിലാണ് കേട്ടോ ആശാൻ, കുറച്ച് വിഷമത്തിലാണ്. സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ഊഞ്ഞാല കിട്ടിയിട്ടോ. ഊഞ്ഞാല തന്നെ നമ്മളെ കൊണ്ട് നടക്കുള്ളൂ എന്ന് ആശാൻ പറഞ്ഞു. ആശാന് ഊഞ്ഞാല മതി. ചേട്ടന് ഉന്തി തരുന്നതിൻ്റെ ദേഷ്യമാണ് ഗൈസ് ഇവിടെ കാണിക്കുന്നത്. ചേട്ടനാണെങ്കിൽ ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. ചേട്ടന് പിന്നെ എവിടെയെങ്കിലൊക്കെ പൊത്തി പിടിച്ച് കീറുക, ഇതൊക്കെ ചേട്ടൻ്റെ പരിപാടി. ചേട്ടനാണെങ്കിൽ അവിടെ പൊത്തിക്ക് പിടിക്കുക, എവിടെ പൊത്തി പിടിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. പിന്നെ കുട്ടികളാവുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് ചാട്ടവും മോട്ടമൊക്കെ വേണമല്ലോ. പക്ഷെ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാട്ടോ. മുകളിലെത്തി കഴിഞ്ഞാൽ കുറച്ച് പേടിയാണ് ഗൈസ്. എന്നെ പോവില്ല. പോട്ടെ, പേടിയൊക്കെ പോട്ടെ. ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇല്ല, ഞാൻ ഇറങ്ങട്ടെ എന്ന്. ഇറങ്ങിക്കോ. പോരെ. നമ്മളെ കൊണ്ട് നടക്കുന്നതല്ല ഈ ഒരു കാര്യം, നമ്മളെ കൊണ്ട് നടക്കണതല്ല. അപ്പുറത്തെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പം എൻ്റെ മക്കൾ പറഞ്ഞ് എക്സിബിഷന് പോയാലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് പാർക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സിബിഷന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ രണ്ടാമത് വീണ്ടും ട്രൈ ചെയ്യുകയാണ്. ഞാൻ കയറിയിരിക്കും, എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കയറണത്. കയറുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കയറാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. കേറുമോ കേറി പോട്ടെ. സൂപ്പർ. അങ്ങനെ ആശാൻ ഇറങ്ങി. അങ്ങനെ ആ ഒരു കാര്യത്തിൽ പേടി മാറി. ഇത്രയും നാളും പാർക്കിൽ വന്നിട്ട് എൻ്റെ മോൻ ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പം ഇന്ന് ചെയ്തത്. സൂപ്പർ. ആ കാര്യം നിന്ന് നോക്കിയോട് കൂടിയിട്ട് എൻ്റെ മോനെ അപ്രതീക്ഷിതമായിട്ട് കാണാനില്ല കേട്ടോ. അവിടെ ഉണ്ടാടാ. ആശാൻ അപ്പോഴേക്കും അവിടേക്ക് എത്തി. ഒന്ന് കണ്ണ് തെറ്റി അപ്പം പോകും. അപ്പോൾ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ തന്നെയാണല്ലേ, പിണക്കത്തിലാണ് ആശാൻ. ഞങ്ങൾ അടുത്തത് പാർക്ക് വിട്ടിട്ട് അടുത്തത് ഞങ്ങൾ കയറാൻ പോകുന്നത് ഇതിലെയാണ്. നോക്കി കയറിട്ടാ എൻ്റെ ടാസ്ക്. പക്ഷേ ആശാൻ ഇവിടം വരെ എത്തുള്ളൂ, രണ്ടുപേരും ഇവിടം വരെ എത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ താഴ്ത്തേക്ക് ഇറങ്ങും. അപ്പം തന്നെ ഒരു കൂട്ടുകാരനും കൂടി കിട്ടിയിട്ടോ. ഇനി ഉള്ളിൽ കൂടെ കയറാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പുറമേ കൂടെ കയറി നോക്കുകയാണ്. പുറമേ കൂടെ എങ്ങനെ കയറാം എന്നുള്ളൊരു
ഇതിലാണ്. കൈ വേദനയുണ്ട്, കാല് വേദനയുണ്ട്, എല്ലാവിധ വേദനകളും ഉണ്ട്. എന്നാലും ഞങ്ങൾ വിടില്ല എന്നുള്ള ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. ആശാൻ അവിടെ എത്തി ഗൈസ്. അത് പൊത്തിപ്പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. തൂങ്ങാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മക്കളോട് എപ്പോഴും തൂങ്ങിക്കോളോ തൂങ്ങിക്കോളോ, അമ്മയുടെ പോലെ ആവരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ പോലെ ഹൈറ്റ് വേണ്ട, നമുക്ക് ഹൈറ്റ് വെക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് ബാർ അടുപ്പിക്കലാണ് ഇപ്പോൾ ഞങ്ങളുടെ പരിപാടി. അടുത്ത ആള് വന്ന കാരണം എൻ്റെ മൂത്ത ആൾക്ക് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ദേഷ്യത്തിലാണ്. അവരാണെങ്കിൽ ഇറങ്ങണമില്ല. ഇറങ്ങാത്ത കാരണം ദേഷ്യത്തിലാണ്. ദേഷ്യം മൂത്ത ആൾക്ക് പിന്നെ ഇത്തിരി ദേഷ്യം കൂടുതലാണ്. പാവത്താനാണ്, പക്ഷെ ദേഷ്യം കൂടുതലാണ്. ആൾക്ക് ആരും ഇല്ലാണ്ട് കയറണം അതിനോട് താല്പര്യമുള്ളൂ. കേറിക്കോടാ. സമാധാനായി, എല്ലാവരും പോയി. ചേട്ടൻ എന്ത് പറഞ്ഞാലും ആശാൻ അത് കേൾക്കണ ഭാഗത്തേക്ക് പോവില്ല. ഇതിനടുത്ത മരം കയറി, ഇങ്ങനെ മരം കയറിയെന്ന് പേരിടും ഞാൻ. എല്ലാവിധ സാധനത്തിലും പൊത്തി പിടിച്ച് കയറിക്കോളും. ഒന്നിലേക്കും ഇല്ല, ഞാൻ തൂങ്ങാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ചേട്ടൻ. അതെ, നമുക്ക് ചെറിയ സ്ലൈഡൊക്കെ പറ്റുള്ളൂ അല്ലേ. ായി ഗൈസ്. ഇവരേനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു പാടുള്ള കാര്യം, വലിയൊരു ടാസ്ക്കാണത്. ഇനി ഈ പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരേനെ കൊണ്ടുപോകാൻ പെടുന്ന പാടുണ്ടല്ലോ. അല്ലോ വാ പോവാം. ഇപ്പോഴും അതിൻ്റെ മേലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അതിൻ്റെ മേലെ പൊത്തിപ്പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, രണ്ടുപേർക്കും ഇതന്നെ പരിപാടി. ഇനി പോവാൻ വിളിച്ച ജന്മം ഉണ്ടെങ്കിൽ രണ്ടുപേരും വരില്ല. ഞാൻ കേട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുവരില്ല കേട്ടോ പാർക്കിലേക്കും ഒരു സ്ഥലത്തേക്കും. വാ പോവാം, വാ ഇരുട്ടായി, വാ പോവാ. ഇനി വേറെ സ്ഥലത്തേക്ക് പോവാം. കൈവേദന എടുക്കണ്ടോ അല്ലൂസനെ? ഇത്ര നേരം കളിച്ചപ്പോൾ ഞാൻ കണ്ടില്ലല്ലോ കൈവേദന. പാർക്കിൽ നിന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ കൈവേദന അല്ലേ? പാർക്കിൽ നിന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ കൈവേദന എടാ കള്ള. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പോവാണ്. എന്നിട്ട് ഇന്നത്തെ കറക്കം തീർന്നു ഗൈസ്. പോലെ ഞങ്ങളുടെ അവസാനത്തെ ഒരു കാര്യമാണ് ഐസ്ക്രീം. ഐസ്ക്രീം ഇല്ലാത്തൊരു പരിപാടി ഞങ്ങളുടെ എവിടെ പോയാലും ഞങ്ങൾ ഐസ്ക്രീം ഇല്ലാത്തൊരു പരിപാടിയില്ല. വേഗം ഓടുന്നത് ഐസ്ക്രീമിൻ്റെ സ്ഥലത്തേക്കാണ്. ഐസ്ക്രീം മാത്രമേ വേണ്ടൂ രണ്ടു പേർക്കും. അത് തട്ടിപ്പൊട്ടിണ്ടാവും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇവർ രണ്ടുപേരും എന്താണ് ഇങ്ങനെ നിന്ന് തിന്നുന്നതെന്നല്ലേ? രണ്ടുപേരോട് ഞാൻ പറഞ്ഞു, രണ്ടുപേരുടെയും ഡ്രസ്സുമ്മേ ഐസ്ക്രീം ആയാൽ ഞാൻ സെലക്സ് മാളിൽ പോയി KFC മേടിച്ച് തരില്ല എന്ന് പറഞ്ഞു. അതാണ് ഇത്രയും നല്ല കുട്ടിയായിട്ട് തിന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീമാണ് ചോക്കോബാർ. അങ്ങനെ ഞങ്ങൾ സെലക്സ് മാളിലേക്ക് എത്തി. സെലക്സ് മാളിൽ കുറേ ചുരിദാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതൊന്നും എനിക്ക് പാകാവുന്നതല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നോക്കി നടന്നു. എല്ലാം ഇഷ്ടപ്പെട്ടു. മക്കൾക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. വിഷു ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതെന്തായാലും ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കയറിയത്. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
നല്ലതാണ്. അമ്മേ വേണ്ട വേണ്ട വേണ്ട, നമുക്ക് വേണ്ട. മൂത്ത ആൾക്ക് അങ്ങനെ ഡ്രസ്സിനോടൊന്നും വലിയ താല്പര്യമില്ല. മൂത്ത ആൾക്ക് പിന്നെ ഡ്രസ്സിനോട് താല്പര്യമുള്ള കാരണം വേഗം പോയോണം. മൂത്ത ആള് ആമ നടക്കണ പോലെയാണ് നടന്നുകൊണ്ടിരിക്കണേ, ഭയങ്കര സ്ലോലി. മക്കൾക്കൊരു 2 ഡ്രസ്സ് നോക്കിയാലോ എന്ന് വിചാരിക്കുന്നു. നോക്കട്ടേട്ടാ. അവിടത്തെ ആളിപ്പോഴും കയറി എത്തിയിട്ടില്ല. അവിടുത്തെ ആൾക്ക് പിന്നെ വെള്ളോട് ഭയങ്കര പ്രാന്താ. എപ്പോൾ നോക്കിയാലും വെള്ള ഡ്രസ്സ് എടുത്തിട്ടേ വരൂ. ഞാൻ എടുത്തു കൊടുക്കുമെന്നൊന്നും ഇവർക്ക് പിടിക്കില്ല ഗൈസ്. അവർക്ക് അവരുടേതായ ഓരോ ഇഷ്ടങ്ങളുണ്ട്. ഈശ്വരാ, എനിക്ക് വയ്യ. ഇതായാലോ? ഇത് 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 ഇതെങ്ങനെയുണ്ട്? ഇത് ഇഷ്ടായ? ഓ, അതിൽ പൂച്ചയുള്ള കാരണാവൂലേ? അടുത്ത ആള് ഇത് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. തുറന്നു പിടിക്ക്, നോക്കട്ടെ. നേരെ പിടിക്ക്. ഇഷ്ടായോ അത്? അതിന്റെ വലിയ സൈസ് എടുക്കുക. ഇത് ചെറിയ കുട്ടികളുടെ. ഇത് കണ്ടോ, 2, 2, 3 കണ്ടോ? അപ്പം അതല്ല അല്ലൂസിൻ്റെ. ഏത് 3 to 4? അപ്പം അതല്ല. അല്ലൂന് എത്ര വയസ്സാ? 6 വയസ്സ്. അപ്പോൾ 5 to 6 ഉണ്ട്, അല്ലെങ്കിൽ 7 to 8 ഉണ്ട്. അപ്പോൾ 5 to 6 മതി നമുക്ക്. എടുക്ക്, 5 to 6 എടുക്ക്. അങ്ങനെ ഇനി അത് തുറന്നു നോക്കിയേ. അല്ലൂനേക്കാൾ വലിപ്പുണ്ടോ നോക്കി. അല്ലൂട്ടാ, വലിപ്പുണ്ടോ നോക്ക്. കറക്റ്റ് അല്ലേ? അത് നീ അല്ലേ ഡ്രസ്സ് വേണ്ടെന്ന് പറഞ്ഞ ആള്? എന്തിനാ ഡ്രസ്സ് എടുത്തേ? ഇഷ്ടപ്പെട്ടോ അത്? അതിൻ്റെ ചെറുതുണ്ടാവും ചിലപ്പോ. ഇല്ല അല്ലേ? 15 തൊട്ടിട്ട് 16 പിന്നെ ഇല്ലടാ, അതിലില്ല. ഉണ്ടല്ലോ, 8 തൊട്ടിട്ട് 9. 8 തൊട്ട് 9. അപ്പോൾ അതവിടെ വയ്ക്കും. അതൊന്നും അവന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വെള്ളയിൽ നിന്ന് മാറി ഞങ്ങൾ ക്രീമിലേക്ക് കടന്നു. കുഴപ്പമില്ല, ഇത് മതി, കുഴപ്പമില്ല. ഈ ഡ്രസ്സ് എടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? ഇറങ്ങട്ടെ. ഓടി ഇറങ്ങ്. ആമ കുഞ്ഞ് റാബിറ്റ് ആവട്ടെ. അങ്ങനെ ഞങ്ങൾ കയറുമ്പോൾ വലിയ വിഷമത്തിലായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ആശാൻ ഇറങ്ങുന്നത് ഭയങ്കര ഓട്ടമായിട്ടാണ്. ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു 2 എണ്ണത്തിനും ഇത് മാത്രമേ അറിയുള്ളൂ. അയ്യോ, തുണിക്കടയൊക്കെ കഴിഞ്ഞു. അടുത്ത ഞങ്ങൾ KFC കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവർക്ക് 2 പേർക്കും പെപ്സി വേണം, മിറിണ്ട വേണം, എല്ലാം വേണം. മോൻ വെയിറ്റ് ചെയ്യാണ് KFC കിട്ടാനായിട്ട്. ബില്ലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഓർഡർ വരണം, റെഡി എന്നുള്ള കാര്യം വരും. അപ്പോൾ ഞങ്ങൾക്ക് മേടിക്കാം. ഞങ്ങളുടെ സാധനം വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവർക്കും ദാഹം തുടങ്ങി, മുറിണ്ട ദാഹം തുടങ്ങി എല്ലാവർക്കും. ഇത് എൻ്റെ മോൻ്റെ കൈ മുറിഞ്ഞ കാരണം എൻ്റെ കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന KFC ഇപ്പോൾ ഞങ്ങളുടെ ഈ നിലയിലെത്തിയിരിക്കുകയാണ്. ഇത്ര കഷ്ടപ്പാടാണ് അവന് തിന്നാൻ. നടക്കാനും ആമക്കുഞ്ഞ് പോലെ, തിന്നാനും ആമക്കുഞ്ഞാണ് അവൻ. അങ്ങനെ ഇന്നത്തെ കറക്കം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കേ.